ഹലോ കൂട്ടുകാരെ, ഒരു കലക്കൻ മങ്കട മുളകിട്ട കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവരും എൻ്റെ വീഡിയോ കാണണം കേട്ടോ. കണ്ടാൽ മാത്രം പോരാ, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മീൻ നന്നായി കഴുകിയെടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത്. 2 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് എണ്ണ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, അരമുറി തക്കാളി ചെറുതായി അരിഞ്ഞത്, ആവശ്യത്തിന് കറിവേപ്പില, പിഴിഞ്ഞ പുളി ആവശ്യത്തിന്, 2 വറ്റൽമുളക്, കടുക് ആവശ്യത്തിന്, 1 പച്ചമുളക് കീറിയത്, ആവശ്യത്തിന് ഉപ്പ്. മൺചട്ടിയിലാണ് ഈ കറി വെക്കുന്നത്. ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടായി വരുമ്പോഴേക്കും കടുക് വറുക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം, വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പൊട്ടി വന്നിട്ടുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരണം. ശേഷം ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി കൊടുക്കാം. അടുത്തായിട്ട് പൊടി ഐറ്റംസ് എല്ലാം ഇട്ട് കൊടുക്കാം. അതും ഒന്ന് ഇളക്കി ആ പച്ചമുളക് ഒന്ന് മാറി വരുമ്പം പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന പുളി ഒഴിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. എണ്ണയെല്ലാം ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേനും നമ്മൾ കഴുകി വെച്ചേക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ശേഷം കുറച്ച് കറിവേപ്പിലയും തൂക്കി അടച്ച് വെച്ച് 20 മിനിറ്റ് വേവിക്കാം. 20 മിനിറ്റ് ശേഷം നമുക്ക് മൂടി മാറ്റി നോക്കാം. കറിയെല്ലാം നല്ല പറ്റി നല്ല എണ്ണ എല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. മീനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ശേഷം കറിവേപ്പില കൂടി തൂക്കി കൊടുക്കാം. നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ മുളകിട്ട മങ്കടക്കറി. എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സ്പെഷ്യൽ വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണാം.